ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിക്കായുള്ള തിരച്ചിലിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെത്തി. നേവി സംഘത്തിന്റെ തിരച്ചിൽ നാളെ രാവിലെ മുതൽ ആരംഭിക്കും. 33 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇന്നത്തെ ദൌത്യം ഫയർഫോഴ്സ് സ്കൂബ ടീം താൽക്കാലികമായി നിർത്തിയത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, അങ്ങനെ നേവിയുടെ ടീം കൂടി എത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെ നേതൃത്വത്തിൽ ഏത് തരത്തിലായിരിക്കും തിരച്ചിൽ? നാളെ എപ്പോൾ തിരച്ചിൽ ആരംഭിക്കും? പ്രവിധ നാളെ രാവിലെ 6:30 തന്നെ ഈ നേവി സംഘത്തിന്റെ ഉൾപ്പെടെ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ സ്കൂബ ടീമിന്റെ കൂടി ഒരു സഹായം, ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ ഒരു സഹായം നേവിക്ക് ഉണ്ടാകും. നേവിയുടെ ഒരു മെഷീൻ ഉപയോഗിച്ചായിരിക്കും ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ടണലിലേക്ക് ഇറക്കിയുള്ള ഒരു പരിശോധന നടത്തുക. മെഷീനിൽ ക്യാമറ ഉൾപ്പെടെയുള്ള ഈ സൗണ്ട് വേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അത്തരത്തിൽ ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷമാകും ഇതിനുള്ളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുക. ഇന്ന് നമ്മൾ കണ്ടതാണ്, അതായത് മാലിന്യം ഇങ്ങനെ കൂടിക്കിടക്കുക അല്ലെങ്കിൽ അട്ടിയിട്ട് കിടക്കുന്നത് കാരണം ഇത്തരത്തിൽ സ്കൂബ സംഘത്തിന് ഉൾപ്പെടെ ഉള്ളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാലിന്യം മാറ്റും തോറും വീണ്ടും മാലിന്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു ഘട്ടത്തിലും അങ്ങോട്ടേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘത്തിന് ഇല്ലായിരുന്നു. അവസാനം അവരുടെ പരമാവധി ശ്രമവും നടത്തിയതിനു ശേഷമാണ് വൈകിട്ടോടുകൂടി അവർ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. എന്തായാലും നാളെ രാവിലെ 6:30 ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ പുനരാരംഭിക്കും. നേവിയുടെ കൂടി ഒരു സഹായം നാളെ മുതൽ ഉണ്ടാകും. നേവിയുടെ ആദ്യഘട്ട പരിശോധന ഇന്ന് തന്നെ നടന്നിരുന്നു. അത്തരത്തിൽ ഈ നേരത്തെ മേയർ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം, രാവിലെ 6:30 തന്നെ ഇവർ പരിശോധന ആരംഭിക്കും. സ്കൂബ സംഘത്തിന്റെ കൂടി സഹായം തേടിയിട്ടുള്ള ഒരു പരിശോധനയായിരിക്കും നാളെ രാവിലെ ആദ്യം ആരംഭിക്കുക. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്പസമയം മുൻപ് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ? ആരാണിത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏത് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഹൈക്കോടതി പറഞ്ഞ കാര്യമുണ്ട്, കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്, രേഖകൾ അനവധിയുണ്ട്. ആരുടെ ഉത്തരവാദിത്തമാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട്? ഇത്തരം ഉദ്യോഗസ്ഥരാണോ റെയിൽവേയിൽ ഇരിക്കുന്നത്? അല്ല, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു പകതിരിവില്ലാത്ത ആളുകളാണ് ഇരിക്കുന്നത്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ കൂടുതൽ പറയുന്നില്ല എന്ന്. ഇപ്പോ ഇത് പറയേണ്ട സമയമല്ല. അപ്പൊ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. അത് നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം.